ജിടെക് എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാട്ടെ സെന്ററിൽ സംഘടിപ്പിച്ച സൗജന്യ തൊഴിൽമേള നിരവധി പേർക്ക് അപൂർവ അവസരവും അനുഗ്രഹവുമായി. 46 ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനി വിവിധ ഒഴിവുകളിലേക്ക് നേരിട്ട് നിയമനം നൽകി. ഇന്ത്യയിലെ തന്നെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് എഡ്യൂക്കേഷന്റെ 313ാമത് സൗജന്യ തൊഴിൽമേളയാണ് കാഞ്ഞങ്ങാട്ടെ സെന്ററിൽ വെച്ച് നടത്തിയത്. ശനിയാഴ്ച രാവിലെ 9:30 ആരംഭിച്ച മേളയിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സ്, ബ്രെഡ്കോ ആൻഡ് ബ്രെഡ്കോ പ്രൈവറ്റ് ലിമിറ്റഡ്, ടെക്നോ ഹബ്, മക്ക ഹൈപ്പർ മാർക്കറ്റ്, മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഫോക്കസ് ഗ്രൂപ്പ് തുടങ്ങി 15ഓളം കമ്പനികൾ പങ്കെടുത്തു. 200-ലധികം തൊഴിലവസരങ്ങളിലേക്കാണ് കമ്പനികൾ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ പങ്കെടുക്കാനായി 500ഓളം ഉദ്യോഗാർത്ഥികൾ എത്തിയിരുന്നു. രാവിലെ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളെയെല്ലാം കാഞ്ഞങ്ങാട്ടെത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ ഒരു 10-12 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രവൃത്തിയിൽ ഏറ്റവും പ്രധാനം അതാണ്. നമ്മൾ കോഴിക്കോടും കൊച്ചിയിലും മംഗലാപുരത്തും ഒക്കെ പോയി വലിയ സ്ഥാപനങ്ങളിൽ പോയി കയറി ഇറങ്ങുന്നതിന് പകരം ആ സ്ഥാപനങ്ങളെല്ലാം കാഞ്ഞങ്ങാട്ട് എത്തിക്കണം. അതിനുള്ള ഭൗതിക സാഹചര്യം കാഞ്ഞങ്ങാട് ഒരുക്കി കൊടുക്കണം. അപ്പോൾ കാഞ്ഞങ്ങാട്ടുകാർക്ക് കാഞ്ഞങ്ങാട് തന്നെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു വലിയ സ്ഥാപനം വരുമ്പോൾ 100-150 ജീവനക്കാർ അവിടെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് സ്വന്തം നാട്ടിൽ തന്നെ നല്ല നിലയിൽ തൊഴിൽ ചെയ്യാൻ അവസരം ഉണ്ടാക്കുക എന്നതാണ്. ചടങ്ങിൽ ജിടെക് കാഞ്ഞങ്ങാട് മാനേജിംഗ് ഡയറക്ടർ ഡി രമേശ് അധ്യക്ഷത വഹിച്ചു. ജിടെക് ജോബ്സ് ബാങ്ക് പ്ലേസ്മെന്റ് കോർഡിനേറ്റർ അഞ്ജലി, ഏരിയ മാനേജർ ദീപക് ദേവദാസ് എന്നിവരും സംബന്ധിച്ചു. സുനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു. 46 ഉദ്യോഗാർത്ഥികൾക്ക് കമ്പനികൾ വിവിധ ഒഴിവുകളിലേക്ക് നേരിട്ട് നിയമനം നൽകി. 176 ഉദ്യോഗാർത്ഥികളെ രണ്ടാം ഘട്ട കൂടിക്കാഴ്ചയിലേക്ക് ഷോർട്ട് ലിസ്റ്റും ചെയ്തു. ജിടെക്കിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റുള്ളവർക്കും സൗജന്യമായി തന്നെ തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. SSLC, +2, ഡിഗ്രി, PG തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് 4 അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കാനും അവസരം നൽകി. മൾട്ടിമീഡിയ, IT, ബാങ്കിംഗ്, എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, അക്കൗണ്ടിംഗ്, ബില്ലിംഗ്, സെയിൽസ് ആൻഡ് മാനേജ്മെൻറ്റ് സർവീസ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തത്. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി യുവജനങ്ങൾക്ക് പരമാവധി തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ശക്തി പകരുക എന്നതാണ് ജിടെക്കിൻ്റെ ലക്ഷ്യമെന്ന് മാനേജ്മെൻറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.